അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷെഫി ഉസ്താദ് അതാ ഗൾഫിലേക്ക് പോകുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ഓരോ ജോലികളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഒരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, എടാ ഷെഫി. ആ എന്താ? പിന്നെ നീ അന്ന് പറഞ്ഞിരുന്നില്ലേ, അത് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. നിനക്ക് ഡ്രൈവിംഗ് അറിയോ? ഡ്രൈവിങ് അറിയാം, പക്ഷേ അത് അവിടെ ഇൻ്റർനാഷണൽ ലൈസൻസും കാര്യങ്ങളൊക്കെ. അതൊന്നും കുഴപ്പമില്ല, ഇവിടുത്തെ ഓക്കെ അല്ലേ? ഇവിടുത്തെ ഞാൻ കാറും ബൈക്കൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നെ എനിക്ക് കാറില്ലാത്തതുകൊണ്ട് എനിക്ക് ഞാൻ വല്ലാതെ യൂസ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. എങ്കിലും കിട്ടിയാൽ ഓടിക്കും ചെയ്യും. അങ്ങനെയാണ്. ആ അങ്ങനെയാണെങ്കിൽ ഡ്രൈവിംഗ് വിസയൊക്കെ ഉണ്ടടാ. പക്ഷേ നിനക്ക് എപ്പോഴും നീ പറഞ്ഞത് ടീച്ചിങ്ങിൻ്റെ ഏരിയയിലേക്കല്ലേ, മദ്രസ, പള്ളി മുതലായവയുള്ള ആ രീതിയിലുള്ള വിസയല്ലേ നീ അന്വേഷിച്ചത്? അതും വേണമെങ്കിൽ ഉണ്ട്, ക്ലീനിങ്, പള്ളി ക്ലീനിങ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ സാലറി വളരെ കുറവാണ് കേട്ടോ. പിന്നെ ഒന്നും കൂടി ഉള്ളത് ഡ്രൈവിംഗ് വിസക്ക്. അങ്ങനെയൊക്കെയാണ്. എടാ എന്തായാലും വേണ്ടില്ല, എന്തായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതിനെങ്കിലും അങ്ങോട്ട് പോവന്നെ. പെട്ടെന്നതാ സീനത്ത് അങ്ങോട്ട് വരുന്നു. ഇക്ക. ആരെ വിളിച്ചത്? അത് ഞാൻ ഒരു കാര്യം ചോദിച്ചത്. വിസൻ്റെ കാര്യമായിരിക്കുമല്ലേ? അത് ഞാൻ കേട്ടു. എന്താ പള്ളി ക്ലീനിങ്, അതുപോലെ എന്താ വേറെന്തൊക്കെ പറഞ്ഞല്ലോ. എന്തായാലും വേണ്ടില്ല, ഒരു ജോലിയല്ലേ വേണ്ടത്. ഗൾഫ് എന്ന് പറഞ്ഞാൽ മതി. ഗൾഫിൽ എന്ത് ജോലിയാണെന്ന് ആരും ചോദിക്കുന്നില്ല ഇപ്പോഴത്തെ കാലത്ത്. ഗൾഫിലാണ് അല്ലെ ബിസിനസ്സാണ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ കൂടുതലായൊന്നും ചോദിക്കൂല. ഷെഫി ഉസ്താദ് കാര്യമായിട്ടൊന്നും മിണ്ടയില്ല. എന്ത് ഷെഫി, എന്ത് പറ്റി? എന്ത് ടെൻഷൻ ഉണ്ടോ? എന്തെങ്ങനെയൊക്കെ ടെൻഷനാകാൻ കാരണം? അങ്ങനെയൊക്കെയല്ലേ നമുക്ക് നല്ലൊരു ജീവിതമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് വേറെ പുറത്ത് ജോലിക്കൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ പണം സമ്പാദിച്ച് അങ്ങനെയൊക്കെയല്ലേ വേണ്ടത്. അല്ലാതെ ഈ വീട് മദ്രസ് പള്ളി, പിന്നെ തുച്ഛമായ വരുമാനം, അതൊക്കെ കൊണ്ട് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാ? നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്താ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അതെ, പിന്നെ എനിക്ക് ഷെഫി ഉസ്താദിനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഷെഫി ഉസ്താദ് ഒരു നിമിഷം വിചാരിച്ചു, ഇഷ്ടമുള്ള ഒരാൾ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമോ? ഭർത്താക്കന്മാർ പോവരുത് എന്നാണ് എല്ലാവരും വിചാരിക്കുക. ഇതിപ്പോൾ എന്താ? ഷെഫി ഉസ്താദ് പോകുന്നത് കേട്ടിട്ട് പലർക്കും നല്ല വിഷമമായിരുന്നു. ഫ്രണ്ട്സുകൾക്കൊക്കെ, എടാ നീ പോവാണോ? നമ്മുടെ എന്ത് രസമായിരുന്നടാ മദ്രസയും കാര്യങ്ങളും, അത് കഴിഞ്ഞ് കുറച്ച് സമയം സംസാരിക്കലും, നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്കൊക്കെ പുറത്ത് പോകലും. ഷെഫി പോവാണോ? ഇല്ലടാ, ഉറപ്പായിട്ടൊന്നുമില്ല. ഞാൻ അറിഞ്ഞു ഏറെക്കുറെ. പോയി നോക്കട്ടെ നല്ല മോനെ. അവിടെ ചെന്നാൽ വയറ് നിറയെ നല്ല ജോലിയെ കിട്ടും. പക്ഷെ ചിലവർ രക്ഷപ്പെടും കേട്ടോ. അങ്ങനെയുണ്ട്. ചില വീടുകളിലൊക്കെ, അറബി വീടുകളിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ചില ആളുകൾക്ക് കൂടുതൽ പണിയായിരിക്കും, എപ്പോഴും പണി. ഓരോ സ്ത്രീകളൊക്കെ വീട്ടുജോലിക്കൊക്കെ പോയിട്ട് അവർക്കൊക്കെ ഒരു സമയം പോലും ഒരു റെസ്റ്റില്ല. നിസ്കാരത്തിന് മാത്രം റെസ്റ്റ് കൊടുക്കും, അതുപോലെ അല്പമൊക്കെ കുറച്ച് സമയം കുറഞ്ഞ രീതിയിൽ റെസ്റ്റ്. ബാക്കി എല്ലാ ടൈമിനും ഭയങ്കര വീടുമായിരിക്കും, വലിയ വലിയ വീടും കാര്യങ്ങളും, ഒരുപാട് പണികളും, ഫുഡ് ഐറ്റംസ്, അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ആണുങ്ങളായാലും എന്തായാലും വേണ്ടില്ല, എന്തെങ്കിലുമൊക്കെ ഡ്രൈവിങ് അവിടുത്തെ ലൈസൻസൊക്കെ പോയി എടുത്തിട്ട് വേണം. പഠിച്ചോനെ, എനിക്കെപ്പോഴും ഇഷ്ടം നിൻ്റെ ദീന് പഠിപ്പിക്കുക, അതാണ് റബ്ബേ. അള്ളാഹു ഞാൻ ഇതുവരെ ഓതിക്കൊടുത്തതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ, ആമീൻ. എന്നാൽ ഈ സമയം അതാ ഷെഫി ഉസ്താദ് ഉമ്മയുടെ അടുക്കൽ. മോനെ, എൻ്റെ ഉമ്മാനെ കൂട്ടി പോവന്നെ? അല്ല, എന്തമ്മ ചെയ്യുക? അപ്പോൾ ഞാൻ എന്താ മോനെ പറയാം? ഉമ്മ, എന്താവശ്യമുണ്ടെങ്കിലും ഇപ്പോൾ ഡെലിവറി ബോയ് ഒക്കെ ഉണ്ട്, എന്താവശ്യത്തിന് വേണമെങ്കിലും ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യുക. അങ്ങനെ കഴിയുമ്പോൾ എന്തൊക്കെ തന്നെയായാലും സംഭവം അത് അവർ ഇവിടെ എത്തിക്കും. അതുകൊണ്ടത് വിഷമിക്കണ്ട സാധനത്തിൻ്റെ കാര്യത്തിലൊന്നും. മോനെ, സാധനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ലടാ, അതൊന്നൊരു വിഷയമല്ല. എൻ്റെ കുട്ടി പോയാൽ പിന്നെ ഉമ്മ നിങ്ങൾ വിഷമിക്കല്ലേ, എല്ലാം പഠിച്ച റബ്ബ് കാണുന്നുണ്ടല്ലോ. ഞാനൊന്ന് പോയി നോക്കട്ടുമ്മ.
പെണ്ണിൻ്റെ നിർബന്ധം കൊണ്ടാണ് താൻ ഗൾഫിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യമൊന്നും ഷെഫി ഉസ്താദ് ഉമ്മയോട് പറഞ്ഞില്ല. കാരണം ഉമ്മാക്കത് കേൾക്കുമ്പോൾ വിഷമാവും. ഉമ്മ, ഉമ്മാൻ്റെ കുട്ടി പോവുക? ആ ഉമ്മ, നമ്മളെ വീട് കണ്ടില്ലേ, ഓടിട്ട വീടല്ലേ ഉമ്മ? നമ്മളെ വീടൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റി വാർപ്പാക്കണ്ടേ? വീട്ടിലേക്കുള്ള വഴിയൊക്കെ ഒന്ന് ശരിയാക്കണ്ടേ ഉമ്മ? ഈ കാവിയിട്ട് നിലൊക്കെ ഒഴിവാക്കിയിട്ട് ടൈൽസ് ഇട്ട് വീടൊക്കെ ഉണ്ടാക്കണ്ടേ ഉമ്മാക്ക് പൂതിയല്ലത്? ഉമ്മ പറഞ്ഞിരുന്നല്ലോ മോനെ, എല്ലായിടത്തും ടൈൽസാണ്, നമ്മൾ വീട്ടിൽ മാത്രം കാവില്ലേ എന്നിൻ്റെ ഉമ്മ ഇങ്ങോട്ട് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? മോനെ ആ ഒന്നും കുഴപ്പമില്ലടാ, ഇനിയിപ്പോൾ എന്താ, ചോർന്നരിക്കാത്തൊരു വീടുണ്ടല്ലോ നമുക്ക്, അൽഹംദുലില്ലാ, അത് മതി, വേറൊന്നും വേണ്ട. മഴയും വെയിലും കൊള്ളാതെ ഇതിനുള്ളിൽ നിൽക്കാലോ. പിന്നെ നിലത്ത് കാവ്യെന്ന് വിചാരിച്ചിട്ടെന്താ, തുടച്ചെടുത്താൽ എല്ലാം പോരുമല്ലോ. അത് മാർബിൾ ആണെങ്കിലും ഗ്രാനൈറ്റ് ആണെങ്കിലും ടൈൽസ് ആണെങ്കിലും നമ്മൾ വെടുപ്പും വൃത്തിയാക്കണേ അനുസരിച്ചാണ് ഒക്കെ. ഉമ്മ കാവ്യായാലും എൻ്റെ ഉമ്മാൻ്റെ കൈ കൊണ്ട് തുടച്ചുണ്ടാക്കണതായിട്ട് എന്തൊരു മിനുസാണിതിന്. അതാണ് മോനെ, ഉമ്മാൻ്റെ കുട്ടി വീട് നന്നാക്കാനും അതിൻ്റെ പേരിലൊന്നും ഉമ്മാൻ്റെ കുട്ടി പോവണ്ട. അല്ലാതെ ഉമ്മ, എൻ്റെ ഉമ്മാനെ നല്ലൊരു വീട്ടിലേക്ക് താമസം മാറ്റണം എനിക്ക്. അതിനു വേണ്ടി പോയേ മതിയാവും. അല്ല എത്രയെന്ന് വിചാരിച്ചിട്ടാ ഉമ്മ ഇങ്ങനെ ഒരാളെ കീഴിലിങ്ങനെ? മോനെ, ഉമ്മാൻ്റെ കുട്ടി ഹയറാണെങ്കിൽ എൻ്റെ കുട്ടി പോട്ടെ, ഷെറാണെങ്കിൽ ആക്കണ്ട ഒഴിഞ്ഞു പോട്ടെ. ആ ഉമ്മ പ്രാർത്ഥിച്ചു. ഉമ്മ അങ്ങനെ ദ്വാ ചെയ്താൽ മതി, അങ്ങനെ ആകുമ്പോൾ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഉമ്മാനെ വിട്ട് ഞാൻ പോവുക കേട്ടോ. ഉമ്മ ദ്വാ ചെയ്യണം കേട്ടോ മോനെ. അപ്പോൾ വൈകാതെ ആ ഉമ്മ ഒരാഴ്ചനുള്ളിൽ ഇൻഷാ അല്ലാ വിസ കിട്ടും. വിസ കിട്ടിക്കഴിഞ്ഞാൽ പാസ്പോർട്ട് ഇപ്പോൾ കിട്ടുമല്ലോ, കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകും കേട്ടോ. ഉമ്മ ഒരിക്കലും വിഷമിക്കരുത്, ഉമ്മക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എപ്പോഴും. എൻ്റെ ഉമ്മ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് വിഷമാണ് എപ്പോഴും ആകാറുള്ളത്. ഉമ്മാനെ വിട്ട് പോകാൻ എനിക്ക് കൊതിയൊന്നുമില്ല. ഉസ്താദ് വിതുമ്പി. ഏയ് ഉമ്മാൻ്റെ കുട്ടിക്കാരിയല്ലേ. ഈ സമയം അതാ സീനത്ത്. ഓ, എന്താ തള്ളയും മോനും കൂടി നല്ല വർത്താനം, കരച്ചിലും പിഴിച്ചിലൊക്കെ ഉണ്ട്. എന്താ ഒക്കെ കൊളാക്കി മുടക്കുന്ന തോന്നണം. എൻ്റെ റബ്ബേ, വല്ലാത്തൊരു. ഇക്ക, അവൾ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു. ഇക്ക ഒന്നിങ്ങോട്ട് വന്നേ. മോനെ, ഷെഫി ഓളത് വിളിക്കണ്. അവൾ വിളിച്ചോട്ടെ, കുറച്ച് കഴിഞ്ഞ് പോവാം. മോനെ ചെല്ല്. ഷെഫിക്ക. ഓ, എവിടെ പോയി കിടക്കാതെ? മോനെ എണീക്കടാ. നോക്ക്, അവളത് വിളിക്കുന്നു. ആഹാ, ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഓ, എന്താപ്പോ ഉമ്മയും മോനൊക്കെ? ഉമ്മ പിന്നെ ഷെഫിക്ക് പോകണമെങ്കിൽ പോയിക്കോട്ടെ, ഉമ്മയായിട്ടത് മുടക്കണ്ട കേട്ടോ. മോളെ, ഞാൻ മുടക്കിയിട്ടൊന്നുമില്ലല്ലോ. ഉമ്മ, നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള എല്ലാവരുടെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കി. ഇത്രയും ഒരു പഴയ ഒരു ഓടിട്ട വീടുകൾ എവിടെയും കണ്ടക്കണോ? ഇതൊക്കെ ഒന്ന് മാറ്റി പണിയണ്ടേ? അതിനിപ്പോൾ ഈ ഷെഫി ഉസ്താദ് ഈ മദ്രസയിൽ ഇങ്ങനെ നിൽക്കണോണ്ട് എന്തെങ്കിലും കിട്ടുമോ? ഗൾഫിൽ പോയാൽ അതിൻ്റേതായിട്ടുള്ള ആ സാലറി ഇങ്ങോട്ട് കിട്ടുമ്പോഴേ അത് ഒരു മൂല്യം ഉണ്ടാവും. അല്ലാതെ ഇപ്പം ഇത് ഉമ്മ നിങ്ങളായിട്ട് മുടക്കണ്ട, പോയിക്കോട്ടെ ഷെഫി ഉസ്താദ്. അല്ലാതെ നമ്മളിപ്പോൾ എന്താ ഇപ്പം ചെയ്യുക? ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? അവൾ ഉമ്മയോടും അതാ പറയുന്നു. ശരിക്കും അവൾ പ്രയോഗിച്ച അടവുകൾ ഏറ്റു എന്നവൾക്ക് മനസ്സിലായി. ഷെഫി ഉസ്താദ് അതാ പ്രവാസിയാകാൻ പോകുന്നു. ഓ, സമാധാനായി. ഷെഫി ഉസ്താദ് നേരെ അതാ തൻ്റെ ഉസ്താദിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. ഉസ്താദേ, അപ്പോൾ ഇൻഷാ അല്ലാ വിസ കിട്ടിയാൽ ഞാൻ പോകൂട്ടോ. മോനെ, അപ്പോൾ നീ അത് തന്നെ തീരുമാനിച്ചു അല്ലേ? ആ ഉസ്താദേ, നിങ്ങൾ ദുആ ചെയ്യ്, എനിക്ക് പഠിപ്പിക്കുന്ന ഒരു ഭാഗമൊക്കെ കിട്ടാൻ വേണ്ടി. മോനെ, അവിടെ ഇപ്പം അങ്ങനെ നമ്മളെ മദ്രസ സമ്പ്രദായം ഒന്നല്ലല്ലോ, അത് ഓൺലൈനായിട്ടൊക്കെ പഠിക്കാന്നൊക്കെ അല്ലേ. നോക്കട്ടെ, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉസ്താദ് ചെയ്തു തരും. അതായത് ഒരു സ്മാർട്ട് ഫോൺ മതി, അല്ല ഒരു ലാപ്ടോപ്പ് അങ്ങനെ എന്തുണ്ടെങ്കിലേ ഒരുപാട് കുട്ടികളൊക്കെ മീറ്റിംഗ് സൂമിലൂടെയൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. മോൻ പോയിട്ട് നന്നായിട്ട് വരെ. ഉസ്താദിൻ്റെ അനുഗ്രഹവും വാങ്ങി 2 ദിവസത്തിന് ശേഷം അതാ പോസ്റ്റ്മാൻ വരുന്നു. പഠിച്ചോനെ, അല്ലാ, മോനെ വന്നു നോക്ക്. ഷെഫി ഉസ്താദ് അതാ അങ്ങോട്ടെത്തുന്നു. ഷെഫീഖ് റഹ്മാൻ അതല്ല പേര്? ആ അതെ. അങ്ങനെ അതാ അവർക്ക് വിസ കിട്ടുന്നു. പാസ്പോർട്ട് കിട്ടിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അതാ വിസയും കിട്ടി.
അത് കിട്ടിയപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നേരെ അതുമായി റൂമിലേക്ക് പോയി പൊട്ടിക്കരഞ്ഞു. തൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷം, സ്വപ്നം അതില്ലാതാക്കിക്കൊണ്ടാണ് ഞാൻ പ്രവാസ ലോകത്തേക്ക് പോകുന്നത്. മോനെ മോനെ എന്താടാ മോൻ എന്തെങ്കിലും ഇത്രമാത്രം വിഷമിക്കണേ? ഓ ഇല്ലമ്മ, ഒന്നുമില്ല, അത് വെറുതെ. എനിക്കറിയാം. സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു ഫീൽഡ് വിട്ടുപോകുന്നതിലായിരുന്നു അവർക്ക് അധികം സങ്കടം. പഠിച്ചവനെ, ഉസ്താദ് എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനം തന്നെയാണ്. അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചു കൊടുക്കല്ലേ റബ്ബേ. റഹ്മാനെ, എൻ്റെ മനസ്സ് നിനക്കറിയാലോ, എൻ്റെ മനസ്സിലുള്ളത് നിനക്കറിയാം. പക്ഷേ ഉസ്താദിന് ശരിക്കും സങ്കടം. ഷെഫിക്ക, അപ്പം വിസയൊക്കെ കിട്ടിയല്ലേ? ഓ, അപ്പോൾ ഇനിയിപ്പോൾ എന്താ, പോകാൻ ടൈം, ഇനി ടിക്കറ്റ് എടുത്താൽ മതി അല്ലേ? കുഴപ്പമില്ലല്ലോ, എന്ത് ജോലിയാണ് അറിയില്ലേ? എന്തായാലും നമുക്ക് വേണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, റിലാക്സ് ആവണം, റിലാക്സ്. തൻ്റെ ഭാര്യയുടെ സംസാരം ഇപ്പോൾ പഴയതിനേക്കാൾ ഒന്നുകൂടെ ഉഷാറായിട്ടുണ്ട്. അവൾ തന്നെ എല്ലാത്തിനും വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഷെഫി ഉസ്താദിനെ അവൾ അങ്ങ് കയ്യിലെടുത്ത് കളഞ്ഞു. ഷെഫി ഉസ്താദിനാണെങ്കിൽ മനസ്സിൽ വല്ലാതെ വേദനയാണ്. നാടും വീടും വിട്ട് പ്രവാസ ലോകത്തേക്ക് പോകുമ്പോഴുള്ള ആ ഒരു വിങ്ങൽ, ആ ഒരു നെഞ്ച് പൊട്ടൽ, അത് അവന് ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ട് തുടങ്ങുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ ജീവിതം ഇനി എന്തായിത്തീരും? സീനത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ സ്റ്റോറി ഇന്ന് രാത്രി ഏകദേശം 12:30 കഴിക്കണം ഞാൻ ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും നിങ്ങൾക്കും എനിക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണതല്ലേ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, പല സ്ഥലങ്ങളിലായിട്ട് പേര് മാറുന്നുണ്ട് അല്ലേ, മുഹ്സിന, മുംതാസ് എന്നൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും. അപ്പോൾ ഞാനത് സത്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യം എഡിറ്റ് ചെയ്ത് അത് റെക്കോർഡിങ് കഴിഞ്ഞാൽ ഞാനത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാറില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ആദ്യമേ കേട്ടിരുന്നു, ഇപ്പോൾ പിന്നെ നമുക്ക് ഒഴിവുണ്ടാവില്ല കേൾക്കാൻ. അപ്പോൾ പിന്നെ വേഗം അങ്ങോട്ട് വിടുകയാണ്. കാരണം ഒരേ ദിവസം ഞാൻ പല തവണകളിലായിട്ട് പലരുടെ പേരാണ് പറയുന്നത്. നമ്മുടെ നുസൈബ, ഫസീല, മുഹ്സിന, മുംതാസ്, നുസൈബ, അങ്ങനെ പിന്നെ എത്രയോ പേരുകൾ. അതൊക്കെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നമ്മൾ പറയുമ്പോഴേ ഇടയ്ക്കൊക്കെ ഒന്ന് മാറിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്റ്റോറിയിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും, നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അവകാശമാണ്. അതായത് ഞാൻ വീഡിയോ ഇടുക, നിങ്ങളതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുക, അത് നല്ല കാര്യം തന്നെ. നിങ്ങൾ തെറ്റായാലും ശരിയായാലും എന്തൊക്കെ തന്നെയായാലും പറയാനുള്ളത് പറഞ്ഞു കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഇന്നിപ്പോൾ ഒരു കോള് വന്നിരുന്നു കാസർഗോഡ്, ആ ഭാഗത്തുനിന്ന്, കണ്ണൂർ കാസർഗോഡ്. അതായത് കമൻ്റ് ഇടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കമൻ്റ് ഇടാൻ എനിക്കറിയണില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു പ്രായമായ ഒരു ഉമ്മ. അപ്പോൾ എന്തൊക്കെ തന്നെ നമുക്കത് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര വിഷമമാണല്ലേ, കമൻ്റ് ഇടാൻ കഴിയണില്ല എന്ന്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ കമൻ്റ് ഇടാൻ പറ്റാത്തൊരു ജസ്റ്റ് ഒരു ക്ലിക്ക്, ഒരു ഇതുണ്ടല്ലോ വിരലിൻ്റെ ഇടയിലോ ക്ലിക്ക്, അത് പിന്നെ എല്ലാവർക്കും അറിയാം, ജസ്റ്റ് അതിനൊന്ന് തൊട്ടെടുത്താൽ തന്നെ മതി കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്ന സ്റ്റോറിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പുറത്ത് തരിക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം പേരൊക്കെ ഒക്കെ ഒരുപോലെയൊക്കെ ചിലപ്പോൾ മക്കളെ പേര് നമ്മൾ വിളിക്കുമ്പോൾ മാറിപ്പോണ രീതിയിലല്ല, അങ്ങനെയൊക്കെ ആണ് സംഭവങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യുക. ഇനി ആകെ ഒരു പെരുന്നാളിനാകെ ഒരു 9 ദിവസമൊക്കെ അല്ലേ ബാക്കിയുള്ളൂ അല്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നോറ്റതൊക്കെ സ്വീകരിക്കട്ടെ. ഇനി ബാക്കിയുള്ളത് നോൽക്കാനുള്ള വിധി നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹായ മക്കളാക്കട്ടെ. ഇപ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അല്ലേ, അതായത് മയക്കുമരുന്ന്, ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ. പഠിച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. എല്ലാം ഉറവിടം കണ്ടെത്തി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുപോലെ കഴിയട്ടെ. ഓരോ മയക്കുമരുന്നിൻ്റെ വിലയൊക്കെ കേട്ട റബ്ബെ വെട്ടിപ്പോവും. 2 പഞ്ചസാര മണിയുടെ വിലയുള്ളൂ MDMA എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്ന് പറഞ്ഞത്. നമ്മളൊരു പക്ഷേ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങി ബില്ലെടുക്കാൻ നിൽക്കുമ്പോൾ ക്യാഷ് ഒരു പക്ഷേ തികയില്ല, അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ അത് കംപ്ലൈൻറ്റ്, അങ്ങനെ ആകുന്ന നിമിഷങ്ങൾ. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷനെ വരെയൊക്കെ ആണെങ്കിൽ ഒരു തരം ഭ്രാന്ത് അവർക്കുണ്ടാവും. അങ്ങനെ
അള്ളാഹു എങ്ങനെ നമ്മൾ ഒരുപാട് സ്റ്റോറി അല്ല ശരിക്കും യഥാർത്ഥ സംഭവങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ഫാമിലിയെ മൊത്തം ഇല്ലാതാക്കിയതും അങ്ങനെയൊക്കെ പഠിച്ചറബ് കാത്തുരക്ഷിക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഇൻഷാ അല്ലാ നാളത്തെ സ്റ്റോറിയിൽ കാണാട്ടെ നമ്മൾ ഉസ്താദിൻ്റെ കഥ. ഇൻഷാ അല്ലാ കുറച്ച് ആളുകളെ കാണുന്നുണ്ട്, പക്ഷെ അത്രപോലും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ അത് ചെയ്യാത്തവരൊന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.